എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലേസ് കുർത്തിയുടെ സ്ലിറ്റിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് വെച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുക, ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ അതിൽ നോക്കുക, ഈ ലേസ് കണ്ടുവോ, ഇത്രയും വീതി കൂടിയ ലേസാണത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് വീതം സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നോക്കുക, ഒരു സൈഡ് ഇതുപോലെ മടക്കി അയൺ ചെയ്യുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ മടക്കി അയൺ ചെയ്തിട്ടുണ്ട് സീം അലവൻസ്. അതിനുശേഷം ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ആ സീം അലവൻസ് മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ കുർത്തിയിൽ കറക്റ്റായിട്ട് സീം അലവൻസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ആ സ്ലിറ്റ് പോയിൻറ്റിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം സ്ലിറ്റ് ലൈൻ. അപ്പോൾ അതിന് ശേഷം ഇത് കണ്ടു, കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഷേപ്പ് അനുസരിച്ചിട്ട് ഇത് തയ്ച്ചുകൊണ്ടിരണം. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ലൈനിലേക്ക് ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ സ്ലിറ്റ് വരെ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. കാരണം നമ്മൾ സ്ലിറ്റ് വരെ ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് ഈ ബോർഡർ ലൈൻ മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ. അപ്പോൾ ഇതിൽ ഈ വേസ്റ്റ് ലൈൻ എത്തുമ്പോൾ നോക്കുക, വേസ്റ്റ് ലൈൻ എത്തുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ടക്ക് പോലെ ഇട്ട് കൊടുക്കേണ്ടി വരും. ടക്ക് അല്ലെങ്കിൽ പ്ലീറ്റ് എന്ന് പറയാം നമുക്ക്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ ആ ഷേപ്പ് വളഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ടക്ക് അവിടെ ഇട്ട് കൊടുക്കുക. ടക്ക് ഇട്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ സ്ലിറ്റിൻ്റെ ലൈൻ വരെ കറക്റ്റായിട്ട് കൊണ്ടുവരിക. അത് ഇപ്പോൾ സ്ലിറ്റിൻ്റെ മാർക്കിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ മാർക്കിംഗ് എത്തുമ്പോൾ നമ്മളിത് അവിടെ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുക, ഇനി നമ്മൾ ഇവിടെ ഈ ഭാഗം നമ്മൾ സ്ലിറ്റിൻ്റെ ലൈനിൽ ഇതേപോലെ ഇതിനെ കട്ട് ചെയ്യുക. കറക്റ്റായിട്ട് രണ്ടും നമ്മൾ കട്ട് ചെയ്തു. രണ്ടും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നോക്കുക, ഇനി നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് താഴത്തെ, അതായത് സ്ലിറ്റ് അടിക്കേണ്ട തുണിയാണ്, സ്ലിറ്റ് അടിക്കേണ്ട തുണിയെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം ഇത് തയ്ക്കാൻ. അപ്പോൾ ഇതിൽ ഓൾറെഡി 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല അവിടെ. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും തന്നെ 1/2 ഇഞ്ചാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതായത് ഈ ലേസുമ്മ ഉള്ള അതേ വീതി തന്നെ. കണ്ടു, ഇതുപോലെ കറക്റ്റായിട്ട് ഇതിന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നോക്കുക, നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. ഇപ്പോൾ കണ്ടു, നമ്മൾ ഇത്രയും വരെ തയ്ച്ചത് ലേസായിരുന്നു മുകളിൽ. ഇപ്പോൾ ലേസ് അടിയിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അത്രമാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ളൂ. അപ്പോൾ തയ്യൽ തുമ്പ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. രണ്ടിൻ്റെ തയ്യൽ തുമ്പ് ഒരേ വീതി ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ രണ്ടും തമ്മിൽ കാണാതെയാണ് ഇപ്പോൾ ഇവിടുന്ന് തയ്ക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് എത്തുമ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ഒരു താഴ്ഭാഗം മടക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ കെട്ടിട്ട് നമ്മൾ അവസാനിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നോക്കുക, ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ കോർണർ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മളിങ്ങനെ ഒരു കട്ട് കൊടുക്കുക.
അപ്പോൾ ഈ കട്ട് കൊടുത്തതിന് ശേഷം നോക്കുക, ഈ കോർണറിൽ നമുക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടു. ഇതിന് നമ്മൾ നേരെ തിരിച്ച് മടക്കുകയാണ് ചെയ്യണത്. ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഈ വീതി നമ്മുടെ ഈ കോർണറിൽ ഈ ലേസിൻ്റെ വീതി എത്രയാണോ അത്രയും തന്നെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് അത് കറക്റ്റ് ഒരു 90 ഡിഗ്രിയുടെ നേർപകുതി, അതായത് 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ പൈപ്പിംഗ് ഉണ്ടാക്കാനൊക്കെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഈ ഭാഗം 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ കോർണർ ഫിനിഷിങ് കറക്റ്റ് 90 ഡിഗ്രി ആവും. അതായത് കറക്റ്റ് നമ്മുടെ ഒരു സ്ക്വയറിൻ്റെ ഒരു കോർണർ പോലെ ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതിപ്പോൾ നമ്മൾ കോർണർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് അപ്പുറത്തേക്ക് മടക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം കോർണർ എന്താ ഫിനിഷിങ് കിട്ടിയത്. നമുക്ക് കണ്ടില്ലേ കോർണറിൻ്റെ ഫിനിഷിങ് അല്ലേ, കറക്റ്റ് കോർണർ ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അടിയിലത്തെ തയ്യൽ തുമ്പ് നമ്മൾ ഏറ്റവും താഴ്ഭാഗം ഫ്ലെയറിൻ്റെ ഭാഗം കൂടി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ സ്ലിറ്റിൻ്റെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഇവിടെയും. കാരണം ലേസ് അടിഭാഗത്ത് വെച്ചിട്ടാണ് ആ കറക്റ്റ് തയ്യൽ തുമ്പ് കൂടെ നമ്മൾ തയ്ച്ചു കൊണ്ടുവരിക. അപ്പോൾ സ്ലിറ്റ് വരെ നമ്മൾ ഇത് കറക്റ്റായിട്ട് മുകളിൽ വെച്ച് തയ്ച്ചു. സ്ലിറ്റിൻ്റെ താഴെ മറ്റേ സൈഡിലത്തെ സ്ലിറ്റ് എത്തുന്നത് വരെ നമ്മൾക്ക് ഇതുപോലെ ഇത് താഴത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സീം അലവൻസ് കണ്ടിട്ട് വേണം മാർക്ക് ചെയ്ത് അതുവരെ എത്തിയിട്ട് നമ്മൾ നിർത്തുക. ഇവിടെയും നമ്മൾക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയണം. ഇവിടെയും 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നിൽക്കുന്ന സ്ലിറ്റിൻ്റെ. അപ്പോൾ ഇവിടെയും നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെയും നമ്മൾ കോർണർ ഫിനിഷിങ് കറക്റ്റായിട്ട് കോർണർ സ്റ്റിച്ച് ചെയ്യുക. രണ്ട് കോർണർ ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കോർണർ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മടക്കി കഴിയുമ്പോൾ അറിയാൻ കണ്ടു നമ്മുടെ രണ്ട് കോർണറും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഈ കോർണറും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇവിടുന്ന് നമ്മൾ സ്ലിറ്റ് ലൈൻ വരെ നമ്മൾ ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇത് കുർത്തിയുടെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും രണ്ട് സൈഡിലും ഇതേപോലെയാണ് ഇതിൽ നമ്മൾ ബോർഡർ പിടിപ്പിച്ചെടുക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്ലിറ്റ് ലൈനിൽ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ കോർണറുകളെല്ലാം ഇനി കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കറക്റ്റായിട്ട് തയ്ക്കാം. അപ്പോൾ ഈ മൂലയൊക്കെ നോക്കുക, മൂല കറക്റ്റായിട്ട് ജസ്റ്റ് കത്രിക ഒന്ന് കയറ്റി ഇതുപോലെ കറക്റ്റ് മൂലയാക്കി എടുക്കുക. അപ്പോൾ നല്ല ഷാർപ്പ് കോർണറായിട്ട് ഇത് കിട്ടും. അപ്പോൾ നോക്കുക, ഇവിടെ വരുമ്പോൾ നോക്കുക, നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ തുടങ്ങിയതുപോലെ തന്നെ ആണ് ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഇത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിക്കുക. ഇപ്പോൾ നമ്മൾ തുടങ്ങിയതുപോലെ തന്നെയായി നമ്മൾ ഇത് മറച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇപ്പോൾ കറക്റ്റ്. ഇനി നമ്മൾ നേരെ ആം ഹോൾ വരെ ഇത് തയ്ക്കുകയാണ്. അപ്പോൾ ഈ വേസ്റ്റ് ലൈൻ എത്തുമ്പോൾ നമ്മൾ നേരത്തെ അപ്പുറത്ത് ചെയ്ത അതേ സംഭവം തന്നെ ഇവിടെയും ചെയ്യുക. ചെറിയ ഒരു ടക്ക്, ആ ടക്കിട്ട് തന്നെ എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒന്ന് പതിച്ച്
അടിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ കൂടെ. അപ്പോൾ ഈ ടക്ക് ഇവിടെ ഇട്ടതൊന്നും നമ്മൾ ഇത് ഇടുന്ന സമയത്ത് അങ്ങനെ ശ്രദ്ധിക്കില്ല, കാരണം ഇത് സ്ലീവിൻ്റെ അടിഭാഗമായിട്ട് വരുന്ന ഭാഗമായതുകൊണ്ട് അത്ര പെട്ടെന്ന് അതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ അത് കാണാൻ വൃത്തികേടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ടക്ക് ഇട്ടതിന് ശേഷം അതോടെ പതിച്ച് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടക്കും നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഇപ്പുറത്തെ എഡ്ജ് നമ്മൾ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ എഡ്ജ് കറക്റ്റായിട്ട് ഫുൾ റൗണ്ടാണ് തയ്ച്ചു പോവുക. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ച് തീർക്കുക എന്നുള്ള ഒരൊറ്റ പണി തന്നെയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റ് എഡ്ജൊക്കെ തന്നെ നമ്മൾ തയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സൈഡ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഒരു എഡ്ജും കൂടി നമ്മൾ തയ്ക്കണം. ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് താഴത്തെ കൂടെയുള്ള ലൈൻ, അതായത് ഈ എഡ്ജും കൂടി നമ്മൾ ഫുൾ റൗണ്ട് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു എഡ്ജും കൂടി നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റാച്ച് ചെയ്യുന്ന പണി കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ ഇതിൻ്റെ സൈഡ് കൂട്ടിയടിക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ള സ്ലീവ് ഫിറ്റ് ചെയ്യുക, സൈഡ് കൂട്ടിയടിക്കുക. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗമെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ലേസ് പിടിപ്പിക്കണമെങ്കിൽ ഏത് തരം ലേസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വളരെ ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.